അധ്യാത്മരാമായണം അയോധ്യാകാന്ഡം ഹർഷി ഗണപതിയെ നമ അവിഘ്നവസ്തു. താർമകൾക്കൻപുള്ള തത്തേ വരികടോ താമസശീലമകറ്റേണമാശുനി രാമദേവൻ ജലതാമൃതമിന്നിയും ആമോദം കൊണ്ടു ചൊല്ലു സരസമായി. എങ്കിലോക്കിൽ പിൻചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാം അകലും പലജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ. പങ്കജനേത്രൻ കഥകൾ കെട്ടിയിടാൻ ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നെ ദൽപ്പം ശമിപ്പിച്ചു. മാർഗവും പിന്നിട്ട് അയോധ്യാപുരി പുക്കു. താതനോടും നിജമാതൃജനങ്ങളോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു. മേദിനി പുത്രിയാം പാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകം പുക്കു. വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നെ നാനാ ഗുണഗണം കണ്ടയാൽ. പുത്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കതൃസുതഗണഭൂഷണഭൂഷിതൻ ചിദ്രൂപനത്വൻ മൃത്യുഞ്ജയൻ വരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്രകഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുമതുല്യാധരിയായ ഗൗരിയും ആദ്രീസുതയും ആനന്ദവിവശയായി ഭദ്രപാദ പ്രണാമം ചെയ്തു. സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവം അരുളി ചെയ്തു. നാരായണൻ നളിനായ തലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ നാരദസേവൻ നളിനാസനപ്രിയൻ നാരകാരാദി നളിനസരഗുരു നാഥൻ നരസകൻ നാനാജഗന്മയൻ നാദവിദ്യാത്മകൻ നാമാസഹസ്രവാൻ നാളീകരമ്യവദനൻ നരകാരി നാളീകബാന്ധവ വംശസമുത്ഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ രാക്ഷസവംശവിനാശനകാരണൻ സാക്ഷാൽ മുകുന്ദൻ ആനന്ദപ്രദൻ പുമാൻ ഭക്തജനോത്തമ ഭുക്തിമുക്തിപ്രദൻ ശക്തി വിമുക്തൻ വിമുക്തകൃതിസ്ഥിതൻ വ്യക്തൻ അവ്യക്തൻ അനന്തൻ അനാമയൻ ശക്തിയുക്തൻ ശരണാഗത വത്സരൻ നക്തന്തരേശ്വരനായ ദശാസിന് മുക്തി കൊടുത്തവൻ തന്റെ ചരിത്രങ്ങൾ നക്തം ദിനം ജീവിതാവധി കേൾക്കിലും തൃപ്തി വരാമമ വേണ്ടിയില്ലാ മുക്തിയും. യുദ്ധം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത്യാ പരമേശ്വരനോട് ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു. മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊള്ളുന്നരുളി ചെയ്തു. എങ്കിൽ ഒരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗളദേവതാകാമുകൻ രാഘവൻ അങ്കജനാശന വന്ദിതൻ കേശവൻ അങ്കജലീല പൂണ്ടന്തപുരത്തിങ്കൽ മംഗളഗാത്രിയാം ജാനകി തന്നോടും നീലോൽപലതല ശ്യാമള വിഗ്രഹൻ നീലോൽപലതല ലോല വിലോചനൻ നീലോപലാപൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രക്താഭരണ വിഭൂഷിതമോ ദേഹനായി രക്തസിംഹാസനം തന്മേലനാകുലം രക്തദണ്ഡം പൂണ്ട വെഞ്ചാമരം കൊണ്ട് ഭക്തിയാൽ ബീജിതനായ അതികോമളൻ ബാലനിശാകര ബാലദേശേ രസന്മാലേയ പങ്കവലങ്കരിച്ചെങ്ങനെ ബാലർക്കതന്യപകൗസ്തുഭകന്ധരൻ പ്രാലേയവാനുസമാനയാ സമം ലീലയാ താമ്പൂലദർപ്പണീരതി വേലം വിനോദിച്ചിരുന്നരുളും നേരം. നാരദ രാഘവ സംവാദം. ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അവതരിച്ചിടിനാൻ. മുക്തശരചന്ദ്രതുല്യ തേജസ്സോടും ശുദ്ധസ്ഫടിക സംഘാസ ശരീരനായി സത്വരം അമ്പരത്തിങ്കൽ നിന്നാദരാൽ തത്രൈവ വേഗാൽ അവതരിച്ചിടിനാൻ. ശ്രീരാമദേവനും സംഭവം കൈക്കൊണ്ടു നാരദനെ കണ്ടിരുന്നേറ്റു സാദരം. നാരീമണിയായ ജാനകി തന്നോടും പാലിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. പാദ്യാസനാജനീയാർഘ്യ പൂർവകമാധ്യേന പൂജിതനായ ഒരു നാരദൻ തൻ നിയോഗത്താൽ ഇരുന്നു ഒരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നിന്നിച്ചു സാദരം. വന്നും മുനിവരൻ തന്നോടരുളി ചെയ്തു. വന്ദേപദം കരുണാനിധി സാമ്പദം നാനാവിഷയ സംഘം പൂണ്ടുമേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്ക് ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവപാദം അങ്ങേരുഹം കണ്ടുകൊള്ളുവാനൊരു ദുർലഭം നിർണയം. പണ്ടു ഞാൻ ചെയ്തോ ഒരു പുണ്യഫലോദയം കൊണ്ടു കാണാൻ അവകാശവും വന്നിതു. കുണ്ടലീപുത്ര മഹാമുനെ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്ന് വിശുദ്ധമായി വന്നു തപോനിധേ. എന്നാൽ ഇനി എന്തു കാര്യമെന്നും മുതൽ എന്നോടൊരു ചെയ്യുക വേണം ദയാനിധേ. എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടൊരു ചെയ്യുകയും വേണം. വന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ. വിധമാകർണ്യ രഘുവരൻ തന്നോടു മുഗ്ധഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സരനാം മനുവീരനെ നോക്കി സരസമരുളി ചെയ്തു. എന്തിനും തന്നെ മോഹിപ്പിപ്പതിനു നീ സന്തതം ലോകാനുകാരികളായി അതിചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോട് ചൊല്ലിയിടുന്നതിങ്ങനെ. മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർക്കേണ്ട രഘുപതേ. ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ. യോഗീശനായ നീ സംസാരി ഞാനെന്നു ലോകേശാ ചൊന്നതു സത്യമത്രേ ദൃഢം.
സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായ ഭഗവതി സർവജഗൽപിതാവാകിയ നിന്നുടെ ദിവ്യഗൃഹിണിയാകുന്നതു നിർണയം. ഈ 7 ലോകവും നിന്റെ ഗൃഹം അപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാപ്രതകളും അർണോജ സംഭവനാദിത്രിനാഥമായി ഒന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നപത്യം പുനരാകയാൽ ഒക്കും പറഞ്ഞതും സംസാരി എന്നതും വികണ്ഠ ലോകബന്ധുക്കൾക്കു സർവത മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശുക്ലരക്താസിത വർണ്ണഭേദം പൂണ്ടു സത്വരജസ്തമോ നാമ ഗുണത്രയുക്തയായി ഇടീന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ ഭക്തിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം ദയോക്തം അതിനില്ല സംശയം. പുത്രമിത്രാർത്ഥ ഗണത്ര വസ്തുക്കളിൽ ശക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമതേ ലോകത്രയ മഹാഗേഹത്തിനു ഭവാൻ ഏകനായൊരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ രമാദേവി ജാനകി ആരാരിയും നീ ഉമാദേവി ജാനകി സാരസ സംഭവനായതും നീ തവ ഭാരതീ ദേവിയാകുന്നതു ജാനകി ആദിത്യനല്ലോ ഭവാൻ പ്രഭ ജാനകി ശീതകിരണൻ നീ രോഹിണി ജാനകി ആദിദേയാദിവൻ നീ ശചി ജാനകി ജാതവേദസ്സു നീ സ്വാഹാമഹീസുത അർക്കജനനീ ദണ്ഡനീതിയും ജാനകി രക്ഷോവരൻ ഭവാൻ താമസി ജാനകി പുഷ്കരേന്ദ്രൻ ഭവാൻ ഭാർഗവി ജാനകി ചക്രസൂദൻ നീ സദാഗതി ജാനകി രാജരാജൻ ഭവാൻ സമ്പൽക്കരി സീത രാജരാജൻ നീ വസുന്ധര ജാനകി രാജപ്രവരകുമാര രഘുപതേ രാജീവലോചന രാമാദയാനിധേ രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി ശുദ്രമം നീ ലതാരൂപിണി ജാനകി വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമാതൽ ഗുണവാലിതേ യാതൊന്നു പുല്ലിംഗവാചകം വേദാന്ത വിദ്യാത്വൽ സർവമേവ നീ ഏതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കെ ജാനകീ ദേവിയും നിങ്ങൾ ഇരുവരുമെന്നിയെ മറ്റൊന്നും എങ്ങുമേ കണ്ടില്ല കേൾപ്പാനുമില്ലല്ലോ. അങ്ങനെയുള്ളോരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപതേ. മായയാ മൂടി മറഞ്ഞിരിക്കുന്നോരു നീയല്ലോ നൂനമവ്യാകൃതമായതും പിന്നെ അതിങ്കൽ നിന്നുണ്ടായി മഹത്വത്വം എന്നത് അതിങ്കൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗം അതിങ്കൽ നിന്നു പ്രീകതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നത് അഹങ്കാര ബുദ്ധി പഞ്ചപ്രാണൻ ഇന്ദ്രിയജാല സംയുക്തമായെന്നല്ലോ. ജന്മമൃതി സുഖദുഃഖാദികളുണ്ടോ നിർമ്മലന്മാർ ജീവനെന്നും ചൊല്ലുന്നിതും ചൊല്ലാവതെല്ലാം അനാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു കാരണോപാധി എന്നും ചിലർ സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തത്തിനുള്ള ഒരു വാദിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും അന്യൂന്യനാം പരന്തദ്യുക്തൻ വിഭോ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപയസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവു രാജീവലോചനാകുന്ന നീയല്ലോ. നിങ്ങൾ നിന്നുണ്ടായി വരുന്ന ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങളെ ലയിക്കുന്നതുമൊക്കവേ നിങ്ങളെയാകുന്നതൊക്കെ ഓർക്കും വിധോ കാരണം എല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ ജീവനും തെഞ്ചിവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ട് ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ഞാൻ എന്നറിയുമ്പോൾ തീരും ഭവഭയമൃത്യു ദുഃഖാദികൾ തൊൽക്കഥാ നാമശ്രവണാദികൾ കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി ക്രമാൽ ഭക്തിയും തൊൽപാദ പങ്കജഭക്തി മുഴുക്കുമ്പോൾ തൊൽബോധവും മനക്കാമ്പിൽ ഉദിച്ചിടും. ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നീടുമില്ലൊരു സംശയം. തൊൽഭക്ത ഭൃത്യഭൃത്യന്മാരിൽ ലേഖനം നൽപജ്ഞനാമെന്നെയും കരുതേണമേ. മായയാൽ എന്നെ മോഹിപ്പിയാകെ ജഗന്നായക നിത്യം അനുഗ്രഹിക്കണമേ. നാഭി പങ്കജത്വങ്ങൾ നിന്നേകത മുന്നേ ഉണ്ടായി ചതുർമുഖൻ മൽപിത നിന്നുടെ പൗത്രനായ ഭക്തനായ മേവിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും. പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ ആനന്ദ ബാഷ്പാവരിപ്ലുതനേത്രനായി വീണാധരൻ നീ പിന്നെയും ചൊല്ലിനാൻ. ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തന്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോട് അരുൾ ചെയ്തതു കാരണം മർദ്ദനായി വന്നു ജനിച്ചു ദശരഥപുത്രനായി എന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായൊരു ഭവാനെ ദശരഥൻ രാജ്യരക്ഷാർത്ഥം അഭിഷേകം ഇക്കാലം ചെയ്യുമാറൊന്നുരുമ്പിട്ടിരിക്കുന്നതു നീയും അതിന് അനുകൂലമായി വന്നിരും. പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാനെന്നും അവകാശമുണ്ടായവരായല്ലോ. സത്യത്തെ രക്ഷിച്ചുകൊള്ളു എന്നോടു സത്വരൻ ചെന്നു പറയുന്നരുളി ചെയ്തു. സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും. ഇത്തരം നാരദൻ ചെന്നതു കേട്ടതിന് ഉത്തരമായി അരുൾ ചെയ്തു രാഘവൻ. സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഞാൻ ചിത്തെ വിഷാദമുണ്ടാകായകതു മൂലം കാലവിളംബനം എന്തിനെന്നല്ലി
മൂലമതിനുണ്ടതും പറഞ്ഞിടുവൻ. കാലാവലോകനം കാര്യസാധ്യം നൃണ കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരബ്ധ കർമ്മ ഫലൗകക്ഷയം വരും നേരത്തൊഴിഞ്ഞു മാറ്റാവതില്ലാക്കുമേ. കാരണമാത്രം പുരുഷപ്രയാസമെന്ന് ആരും അറിയാതിരിക്കുകയുമല്ലല്ലോ. നാളെ വനത്തിന് പോകുന്നതുണ്ട് ഞാൻ, നാളീകലോചനൻ പാദങ്ങൾ തന്നാണ്. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോട് വാണിടുവൻ. എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതു തന്നെ നാശം വരുത്തുവൻ. സത്യമിതെന്നരുളി ചെയ്തു രഘുപതി. ചിത്രപ്രമോദേന നാരദൻ അന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു. വേഗേന തന്റെ നമസ്കാരവും ചെയ്തു. ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാദരാൽ. നാരദ രാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ. ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനോ മുക്തി ലഭിക്കും, അതിനുള്ള സംശയം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.